നമസ്കാരം. ഗുരുവായൂരിൽ നമ്മളെല്ലാം ഗുരുവായൂർ കണ്ണനെ തൊഴാൻ പോകാറ്. അവിടെ MLA ആരാണെന്ന് അന്വേഷിച്ചിട്ടല്ല നമ്മൾ തൊഴാൻ പോകുന്നത്. എങ്കിലും നമ്മുടെ മനസ്സിലുണ്ട് ഗുരുവായൂർ ചെല്ലുമ്പോൾ ഒരു ഭക്തന്, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും, ഒരു ഭക്തന് വേണ്ട എല്ലാ സൗകര്യങ്ങളും തടസ്സമില്ലാത്ത സൗകര്യമില്ലെങ്കിലും ഒരു ഭക്തന് ഭക്തന്റെ മാർഗത്തെ തടസ്സപ്പെടുത്താത്ത എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അതൊക്കെ അവിടെ കാണാനുമുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ വകയിൽ കാണാനുണ്ട്. കാരണം പ്രത്യേക ദേവസ്വം തന്നെയുണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ ഒരു പുതിയ വിവാദം. അപ്പോഴാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് ഗുരുവായൂരിലെ MLA ആരാണെന്ന്. MLAമാർ ഇതുവരെ ആരായിരുന്നു, അത് ആർക്ക് കൊടുത്തിരിക്കുന്ന മണ്ഡലമാണ്, അതിന് ജാതീയപരമായി ഒന്നും പറയുന്നതല്ല. പക്ഷേ ശബരിമലയിൽ ഇതുപോലൊരു ഇടപാട് സമ്മതിക്കും. ഗുരുവായൂര് വരുന്ന MLAമാർ ആരൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ ഒരാഴ്ച മുമ്പാണ് ഒരു പരാമർശം നടത്തിയത്. ഒരു ഹിന്ദു MLA തന്നെ ഗുരുവായൂർ വരണമെന്ന്. പക്ഷെ ആ പറഞ്ഞതിൽ അദ്ദേഹത്തിന് ആവശ്യമാണ്, ആഗ്രഹമാണ്, അല്ലേ? തീർച്ചയായും. അതുപോലെ തന്നെ ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വരണമെങ്കിൽ പുള്ളിക്ക് പറയാം ഇവിടെ ഒരു മുസ്ലിം MLA വരണമെന്ന് പറയാം. പക്ഷെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വിവാദമായി. പക്ഷെ അദ്ദേഹം ഗുരുവായൂരിനെ ബേസ് ചെയ്താണ് പറഞ്ഞത്. ഗുരുവായൂർ എന്നത് ഒരു ഹൈന്ദവ ക്ഷേത്രമാണ്, അല്ലേ? അതെ, ഒരു പിൽഗ്രിം സെന്ററാണ്. വളരെ അവിടെ ചെറിയൊരു പണ്ട് നമ്മുടെ ബാലരവിയുടെ കൊച്ചുമാളി ചോറിന് വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായത് പോലും അവരത് പരിഹാരക്രിയ ശുദ്ധികലശം നടത്തി അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അത് ആ ഭരണസമിതിയുടെ തീരുമാനമൊന്നുമല്ല, അത് ആ ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങളാണ്. ഓരോ ഇപ്പൊ ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഷർട്ട് ഇടാതെ വേണം അകത്ത് കയറാന്ന് പറയും. അത് ഷർട്ട് അവിടെ നിഷിദ്ധമായിട്ടല്ല, അതിന് ഓരോരോ ശാസ്ത്രമുണ്ട്, അല്ലേ? ആ അവിടുത്തെ തന്ത്രിയും ഒക്കെ പറയുന്ന അനുസരിച്ചുള്ള അവർ നേരത്തെ കീഴ്വഴക്കം അനുസരിച്ചുള്ള പോക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗുരുവായൂരിലൊരു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹിന്ദു എന്ന് പറയുന്നതിന്, അതായത് ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ വർഗീയമായി ചിന്തിക്കുന്നു എന്നാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ കാലാകാലങ്ങളായി ഉണ്ടാക്കി വെച്ചേക്കുന്ന നറേറ്റീവ്. ഹിന്ദു എന്ന വാക്ക് മിണ്ടാൻ പോലും കഴിയില്ല, ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയില്ല, ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് പറയാൻ കഴിയില്ല. എന്തിന് നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂപ്പുകാർ എവിടെയോ ഒരു ട്രൂപ്പ് ഉണ്ടാക്കി അവർ കുറേ കാലമായിട്ട് ഇങ്ങനെ ഭജൻസ് സംഘടിപ്പിക്കുന്നു. ആ ഭജൻസിൽ അവരുടെ പാട്ടിൻ്റെ മെച്ചം കൊണ്ടും അവരുടെ പ്രകടനം കൊണ്ടും അവരുടെ പ്രത്യേകത കൊണ്ടും അത് കാണാനായി നിരവധി പേർ വരുന്നു. അവരത് ഭംഗിയായി മാർക്കറ്റ് ചെയ്യുന്നു, ഭംഗിയായി അവരത് പാടിക്കൊണ്ടു പോകുന്നു ക്ഷേത്രങ്ങളിൽ. അതെ, ഇപ്പോൾ അവർക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അതായത് അവർ ഇത്തരത്തിലുള്ള ഭജനകൾ നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഹിന്ദുവിന് ഒരു ആചാരവും പറ്റില്ല, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കാണ് ആചാരമെന്നും ന്യൂനപക്ഷങ്ങളുടെ ആചാരങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതാണെന്നും ഹിന്ദുവിൻ്റെ ആചാരങ്ങളെല്ലാം തച്ച് തകർക്കപ്പെടേണ്ടതാണെന്നുമുള്ള ഒരു ധാരണ കേരളീയ പൊതുസമൂഹത്തിൽ നിലവിലുണ്ട്. ഹിന്ദു എന്ന് പറഞ്ഞാൽ വർഗീയം ആയി എന്നാണ് ചിന്ത. പക്ഷേ ഇവിടെ ഒരു ഹിന്ദു MLA എന്ന് പറയുന്നത്, ഇപ്പോൾ അന്ന് ഹിന്ദു MLA പരാമർശം നടത്തിയപ്പോൾ തന്നെ B. ഗോപാലകൃഷ്ണനെതിരെ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയി. പക്ഷേ ഈ പരാതികൾക്ക് നിലനിൽപ്പില്ല. കാരണം നിയമപരമായി ഒരു ഹിന്ദു MLA വേണമെന്ന് അയാളുടെ ആഗ്രഹം പറയുകയോ അയാൾ മറ്റേതെങ്കിലും വിഭാഗത്തെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രം, അയാൾ പ്രതിനിധീകരിക്കുന്ന അയാളുടെ മതവിഭാഗത്തെ അദ്ദേഹം എൻ്റെ മതവിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരണം എന്ന് പറഞ്ഞാൽ അത് ക്രൈം ആവാനുള്ള സാധ്യതകൾ കുറവാണ്. നേരെ മറിച്ച് മറ്റൊരു മതവിഭാഗത്തെ പറയുമ്പോഴാണ് അതിൽ വർഗീയതയും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലക്സ് ഇപ്പോൾ വലിയ വിവാദത്തിലായിട്ടുണ്ട്. അദ്ദേഹം ഒരു സൈഡിൽ ഇത്രയും കാലമുള്ള MLAമാരുടെ പേര് കൊടുത്തിട്ട് 2026 ആരായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നേരിൽ നോക്കിയാൽ വലിയ അപകടമൊന്നുമില്ല. ഇപ്പോൾ അത് വലിയ വിവാദമാക്കുന്നുണ്ട് മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ജാതിയും മതവുമില്ല, മതം പറയരുത് അല്ലെങ്കിൽ ജാതി പറയരുത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു സ്വപ്നം മാത്രമാണ്. അതൊരു നടക്കാത്ത സ്വപ്നമാണ്. കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ജാതിയും മതവും തന്നെയാണ് പരിഗണനാ വിഷയങ്ങളാവുന്നത്. എല്ലാ മണ്ഡലങ്ങളിലെയും ഏതാണോ പ്രബല സമുദായം, നമ്മൾ പറയുന്നത് നമ്മൾ ഭയങ്കര വിപ്ലവം ഉണ്ടാക്കി ഇവിടെ ജാതിയില്ല മതമില്ല, വിവാഹത്തിന് ജാതിയില്ല മതമില്ല, മതരഹിത വിവാഹങ്ങൾ നടക്കുന്നു, എല്ലാം നടക്കുമ്പോഴും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, അതായത് ന്യൂനപക്ഷങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിക്കല്ലാതെ അവർക്ക് കൂടുതൽ വോട്ടുള്ളിടത്ത് മറിച്ചൊരു വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. ഇത് തുറന്നു പറയുക തന്നെ വേണം. ഇത് പറയാതിരിക്കുന്നതുകൊണ്ട് എന്താ കാര്യമുള്ളത്? അതായത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിൻ്റെ ഏകീകരണം സാധ്യമാകരുതെന്നും ന്യൂനപക്ഷങ്ങളെ ഏകീകരിപ്പിച്ച് നിർത്തി വോട്ട് ബാങ്കുകളാക്കി നിലനിർത്തണമെന്നും പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം
ഈ രണ്ട് മുട്ടനാടുകളെയും തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുപോയത്. ഹിന്ദുവിന് വിളക്ക് കത്തിക്കാൻ, ക്ഷേത്രത്തിൽ പോകാൻ, ആചാരങ്ങൾ പാലിക്കാൻ, ഇപ്പോൾ എന്തിന് ശബരിമലയുടെ വിഷയത്തിൽ CPM-ന്റെ നിലപാട് എന്തായിരുന്നു? കോടതി വിധി വന്നു. കോടതി വിധിയിൽ പറയുന്നത് ആരെങ്കിലും ഭക്തർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നാണ്. അങ്ങനെ ഒരു കോടതി വിധി വന്നാൽ പിറ്റേന്ന് രാവിലെ ആരാണ് പറഞ്ഞത് ശബരിമലയിലേക്ക് സ്ത്രീകളെ ഓടിച്ചു കയറ്റണമെന്ന്? എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളെ, അത് ആരും ഇതിൽ വിശ്വാസവുമായി ബന്ധമുള്ളവരല്ല, വിശ്വാസികളല്ല, അവരുടെ മതത്തിൽ പോലും വിശ്വസിക്കുന്നവരല്ല. ഇപ്പോൾ രഹ്ന ഫാത്തിമ അടക്കമുള്ളവർ വന്ന് രഹ്ന ഫാത്തിമയുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല. അപ്പോൾ ശബരിമലയുടെ വിഷയം വരുമ്പോൾ അങ്ങനെയുള്ള നേരെ മറിച്ച് തിരിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ പൊതുസമൂഹം എത്രമാത്രം മലീമസമാകുമായിരുന്നു, എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആരെങ്കിലും ആയിരുന്നു തിരിച്ച് അങ്ങനെ ഏതെങ്കിലും മുസ്ലിം പള്ളിയിലേക്ക് പ്രവേശനമില്ലാത്തടത്തേക്ക് പ്രവേശിക്കാൻ ചെല്ലുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നമുണ്ടാവുക? അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഹൈന്ദവ വിഭാഗങ്ങളിൽ പെടുന്നവരുടെ ആരാധനാലയങ്ങളോ ക്ഷേത്രങ്ങളോ എന്തുമാ. ഇപ്പോൾ ഗുരുവായൂർ തന്നെ നമ്മളെപ്പോഴും പറയും, ഗുരുവായൂരിൽ ഈ പറയപ്പെടുന്ന വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ ആരൊക്കെയാണ് ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടി അടുത്ത കാലത്ത് ഒരു സ്ത്രീ ഗുരുവായൂരിലേക്ക് എത്തുന്ന കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ ഉഡായിപ്പായ ഒരു സ്ത്രീ നിരന്തരമായി അവിടെ ക്ഷേത്രത്തിൽ വരുന്നതിന് കോടതിയിൽ പോയി വിധി വാങ്ങേണ്ടി വന്നു. ആ സ്ത്രീ അവിടെ കയറരുതെന്ന് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക്. ഞാൻ അതിൻ്റെ പേരിൽ വലിയ ആക്ഷേപം കേട്ട ഒരാളാണ്. ഒരു ചിത്രകാരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രങ്ങളെല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിൽക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ പറയുന്നത് അവർ ഗുരുവായൂർ വരുന്നു, കോടതി വിലക്കിയിട്ട് പോലും അവർ ഗുരുവായൂർ നടയിലെത്തി പേപ്പർമാല ഇടുന്നു, റീൽസ് എടുക്കുന്നു. അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ റീൽസ് എടുത്ത് കച്ചവട തന്ത്രത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൃഷ്ണൻ്റെ പടം വെച്ച് മാർക്കറ്റ് ചെയ്ത് അത് അവർ ഇടയ്ക്ക് തട്ടമൂരും, ഇടയ്ക്ക് തട്ടമിടും. അവസാനം ഈ തട്ടമിടുന്നതും നമ്മുടെ വിഷയമല്ല. ഇത് സമൂഹത്തിൽ വന്നിട്ട് ഞാൻ ഇന്ന് തട്ടമിട്ടു, ഞാൻ ഇന്ന് പൊട്ടുകുത്തി, സത്യത്തിൽ അവരാണ് വർഗീയതകളെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യം നമ്മൾ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ആദ്യഘട്ടത്തിൽ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർക്കെതിരെ കേസെടുക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം നിരന്തരം വിവാദങ്ങളായപ്പോഴാണ് കേസെടുക്കുകയും ഒരു ദിവസം അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ അവർ ക്ഷേത്രത്തിലേക്കുള്ള വരവ് നിർത്തിയിട്ടുണ്ട്. കോടതി പറഞ്ഞിട്ട് ഗുരുവായൂരിൻ്റെ ദേവസ്വം ബെഞ്ച് ജഡ്ജി അനിൽ കെ നരേന്ദ്രൻ പറഞ്ഞിട്ട് അദ്ദേഹം കാണുന്നുണ്ട്, ഞാനിത് കാണുന്നുണ്ട്, റീൽസ് എടുക്കാൻ പോകരുത്. അങ്ങനെയാണ് റീൽസ് അവിടെ നിരോധിച്ചത്. അടുത്ത കാലത്ത് റീൽസ് നിരോധിച്ചിട്ടുണ്ട് അവിടെ. അതിനുള്ള കാരണമുണ്ടാക്കിയ വലിയ വിപ്ലവം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങൾ കേസ് നടത്തിയാണ് ആ വിധി വാങ്ങിച്ചെടുത്തത്. യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രത്തെയും ക്ഷേത്രാചാരങ്ങളെയും സംബന്ധിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയിൽ അവർ മുസ്ലിം പള്ളി പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ നിരന്തരം വിവാദമായ സമയത്ത് അവർ ഇവിടെ എല്ലാവരും പോകുന്നൊരു പള്ളിയുണ്ടല്ലോ, ശംഖുമുഖത്ത്, നമ്മുടെ ഇവിടെയുള്ളൊരു പള്ളി, തിരുവനന്തപുരത്തുള്ളൊരു പള്ളി, വെട്ടുകാട് മുസ്ലിം പള്ളി, ഭീമാവള്ളിയിൽ വന്നിട്ട് അവിടെ ആർക്കും പോകാവുന്ന പള്ളിയാണ്. അപ്പോൾ അവിടെ അത് ഖബറാണ്, പള്ളിയാണെന്ന് അങ്ങനെ എന്തോ ഒരു വ്യത്യാസമുള്ള പള്ളിയാണ്. അപ്പോൾ അവിടെ ആർക്കും പോകാവുന്നതാണ്. അവിടെ ഹിന്ദുക്കളും ഒക്കെ പോകുന്നവരുണ്ട്. പക്ഷേ അവിടെ വന്നിട്ട് ഒരു വിഷ്വൽ എടുത്തിട്ട് ഇടുകയാണ്. എന്നാൽ അവർക്ക് അവരുടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ആ ക്ഷേത്രത്തിൽ പോകണം. ഇനി അത് മാത്രമല്ല, അതിൻ്റെ ചുറ്റുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, അവിടെയാണ് ഒരാൾ തൻ്റെ ഗുഹ്യഭാവത്തെ രോമം പറിച്ച് ആൽത്തറയിലിടുന്ന കൃഷ്ണൻ്റെ ഇതിൽ നടയിലിടുന്ന അവസ്ഥയെത്തിച്ചു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഗുരുവായൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൊഴിയിൽ വഴി വിട്ടു. എന്നിട്ട് അവസാനം പറയുന്ന അയാൾക്ക് ഭ്രാന്താണ് എന്നാണ്. ഭ്രാന്തുള്ള ഒരാൾ എങ്ങനെയാണ് ഹോട്ടൽ നടത്തുക? ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോട്ടൽ ലൈസൻസ് ഉള്ള ഒരാൾ, അയാൾ നാളെ കുറച്ചുപേരെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് വ്യക്തമായിട്ട് അറിയാം. ഒരു മുസ്ലിമിന്റെ വികാരത്തെയോ ക്രൈസ്തവ വികാരത്തെയോ വ്രണപ്പെടുത്താൻ കഴിയില്ല. അതെ, തീർച്ചയായും കിട്ടും. അതുകൊണ്ടാണ് ഹിന്ദുക്കളെ പക്ഷേ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഹൈന്ദവ വികാരത്തെ തൊട്ടുണർത്താൻ ആർക്കും എന്തും സാധിക്കും. അതാണ് സത്യത്തിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്, ഗോപാലകൃഷ്ണൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതാണ്. ഈ ലിസ്റ്റ് വേറെ എവിടെയുണ്ട്? അതെ, ആരും സത്യം ഇല്ല. ഏതെങ്കിലും MLA-മാരുടെ മുറിയിലുണ്ടോ? ഇല്ല. നിയമസഭയിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂർ എവിടെയും വെച്ചിട്ടുണ്ടോ? ഇല്ല. സത്യത്തിൽ ആലോചിച്ചു എത്ര വർഷമായി ഗുരുവായൂർ 77 മുതലുള്ള ലിസ്റ്റാണ്. മണ്ഡലത്തിൽ കഴിഞ്ഞ 49 വർഷമായിട്ട് ഗുരുവായൂർ മണ്ഡലത്തിൽ എത്ര MLA-മാരുണ്ട്? അതൊരു ഇതാണ്, ഒരു സാമാന്യ വിവരമാണ്. അതെ 2006 ആരായിരിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുള്ളൂ. GK ഒരു കോളേജ് വിദ്യാർത്ഥി അല്ലെങ്കിൽ കൊച്ചുകുട്ടി ആ പേര് വായിക്കുമ്പോൾ ഇന്ന ആൾക്കാരായിരുന്നു. ഇല്ല, ഒരു പോലീസ് സ്റ്റേഷനിലുണ്ടല്ലോ ഇതിനു മുമ്പ് ഇപ്പൊ ഇവര് പറയുന്നത് ഇപ്പൊ അത് പറയുമ്പോ ഇവിടുത്തെ ഇടതുപക്ഷം ഇപ്പൊ ബഹളം വെക്കുന്നുണ്ടല്ലോ. ഇടതുപക്ഷം ഗോപാലകൃഷ്ണനെതിരെ ഉറഞ്ഞതുള്ളൂ, ഇടതുപക്ഷം വലതുപക്ഷം ഒക്കെ. മലപ്പുറത്ത് ഒരു ഹിന്ദുവിനെ നിർത്തി ജയിപ്പിക്കാനുള്ള ഗഡ്സുള്ള
ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും മലപ്പുറത്ത് മത്സരിക്കാൻ കഴിയും? എന്തുകൊണ്ടാ മറ്റേ തിരുവല്ലയിലും പാലയിൽ എന്തുകൊണ്ടാ? പാലാ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള സീറ്റാണ്. അപ്പൊ അത് അതെ ജോസ് കെ മാണി, പിന്നെ നമ്മുടെ ഷോൺ ജോർജ് പിടിച്ചു വാങ്ങിയത്. അതെ അതെ. അപ്പൊ ഞാൻ പറയുന്നത് ജാതി മത സമവാക്യങ്ങൾ ഇത്രയും വർഷം ഇടതുപക്ഷം ഭരിച്ച് ജാതി ഇല്ലാതാക്കി മതമില്ലാതാക്കി എന്ന് പറയുമ്പോഴും ജാതിയും മതവും തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകങ്ങളാണ്. തിരുവല്ലയിൽ അനിൽ ആന്റണി നിർത്തിയിരിക്കുന്നത് ആ സമുദായത്തിന്റെ വോട്ട് വാങ്ങാനാണ്. അത് ബിജെപിയുടെ സ്ട്രാറ്റജിയാണ്. അങ്ങനെയെങ്കിൽ ഗുരുവായൂരിൽ ഹൈന്ദവ വോട്ട്, ഗുരുവായൂരിന്റെ പേരിൽ ഹൈന്ദവ വോട്ട് വാങ്ങാനാണ് ഗോപാലകൃഷ്ണൻ നിർത്തിയത്. ഗോപാലകൃഷ്ണന് സാധ്യമായ വഴിയിലൂടെ ഒക്കെ വോട്ട് സമാഹരിക്കുന്നതിന് എന്താണെന്നേ പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ പറയണം ഇന്നത് പറയാൻ പാടില്ല, ഇന്നത് പറയാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല. ഇത് നിയമത്തിനുള്ളിൽ നിന്നുള്ള കാര്യമാണ്. അതെ, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് അറിയാം എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യേണ്ടെന്ന് അറിയാം. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇവിടെ വരുന്നത്. ഗുരുവായൂരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹിന്ദു എന്ന വാക്ക് ഉച്ചരിച്ചാൽ, ഹിന്ദു എന്ന ഒരു അക്ഷരം ഉച്ചരിച്ചാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം ഹിന്ദുക്കളുടെ ഏകീകരണം ഉണ്ടാകരുത്. അതാണ് ഈ ഭജന സംഘങ്ങളെ ആക്രമിക്കുന്നത്. ഏകീകരണം ഉണ്ടാകില്ല, കാര്യം എന്നറിയോ? ഉണ്ടാവില്ല, അതൊരു ഒരിക്കലും ഉണ്ടാകാത്ത കാര്യമാണ്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അവർ കൃത്യമായിട്ട് എല്ലാ ദിവസവും ആ കൃത്യം പ്രാർത്ഥന, വെള്ളിയാഴ്ച വളരെ കൃത്യമായിട്ട് അവർ അവരുടെ പള്ളികളിൽ പോയി. അതെ, കടയടച്ചിട്ട് ബിസിനസ്സുകാർ ക്രൈസ്തവ ആഹാരം പോലും അവരുടെ കട പോലും ഉച്ചവരെ അടച്ചിട്ടില്ല. വരുമാനമൊന്നും കാര്യമില്ല. ക്രൈസ്തവ വിശ്വാസികൾ കൃത്യം നമ്മൾ എവിടെ ചെന്നാലും ഞായറാഴ്ച അവർ പള്ളിയിൽ പോയിരിക്കും. രാവിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് അങ്ങനെയില്ലല്ലോ. സമയവുമുണ്ട്. സിറുമലബാർ സഭയ്ക്ക് വൈകിട്ട് 3 മണിക്ക്, അങ്ങനെ പല സമയം കൃത്യമായിട്ട് ചോദിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്? സത്യത്തിൽ മതം ജീവിതത്തിൽ ഇടപെടാത്ത ഏക സംസ്കാരം ഹിന്ദുവിന്റെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ മതം ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അതാണ് ഏറ്റവും വലിയ. അതെ, തീർച്ചയായും. അതെ, പ്രവേശന സ്വാതന്ത്ര്യം എല്ലാം അത് തന്നെ. എവിടെ വേണോ ചെല്ലാം. അതെ, സ്ത്രീകൾ കയറാൻ പാടില്ല, ശബരിമല മാത്രമേ ഉള്ളൂ. അത് ശബരിമലയിൽ സ്ത്രീകൾ കയറാൻ പാടില്ല ഒരു ഏജ് ഗ്യാപ്പിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് അവിടെ സ്ത്രീകൾക്ക് കയറാം. സ്ത്രീകളെ മൊത്തത്തിൽ നിരോധിച്ചിട്ടില്ല. അമ്പലത്തിലെ അതിന്റെ ഡയറ്റിയുടെ പ്രത്യേകതയാണ്. അതങ്ങനെ അങ്ങനെ അതെ, തീർച്ചയായിട്ടും ഗുരുവായൂർ എല്ലാ സ്ത്രീകൾക്കും കയറാം അല്ലേ? ഹിന്ദുവായ എല്ലാവർക്കും കയറാം, ഹിന്ദു വിശ്വാസിയായ എല്ലാവർക്കും കയറാം. അവിടെ ഞാൻ പറഞ്ഞില്ലേ എന്ത് ബുദ്ധിമുട്ടിയാണ്. അപ്പം മാത്രമല്ല ഗുരുവായൂരിൻ്റെ വികസനം, ഗുരുവായൂരിൻ്റെ സുരക്ഷ, ഒരുപാട് കാര്യങ്ങൾ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. ഒരു പക്ഷേ കുറച്ചുകൂടി ഈ ഞാൻ പറയുന്നത് മറ്റു വിഭാഗങ്ങൾക്ക് അവിടെ കയറി ചെല്ലാൻ കഴിയാത്തൊരു സ്ഥലം കൂടിയാണ്. അകത്തെന്ത് നടക്കുന്നു അറിയാനുള്ള സാധ്യതയുമില്ല. ഒരു ഹിന്ദു ഏരിയൽ ഷോട്ട് എന്ന് മനസ്സിലാലോചിച്ച് നോക്കിയാൽ ഒരു കുപ്പിക്കഴുത്ത് പോലെയാണ്. അതെ അതെ അതെ. അതുവഴി നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ചെറിയൊരു വഴി, ഈ വഴി ഒരു വികസനവും ഇല്ലാത്ത സ്ഥലമായി മാറി, ഇടിഞ്ഞു പൊളിഞ്ഞ് വൺ വേ റോഡുകൾ ചെന്ന് കയറുന്നത് ഒരു പ്രദേശം. എന്തിനാണ് അങ്ങനെ? ഇത്രയും MLA ഉണ്ടായിരുന്നു. ഗോപാലകൃഷ്ണൻ എഴുതി വെച്ച MLA എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ഇത്രയും കാലം ഗുരുവായൂരിനെ വികസിപ്പിച്ചിട്ടില്ല. അവിടെ ടൂറിസം സാധ്യതകളല്ലേ, വരുമാനമല്ലേ? വരുമാനം വേണം. ഗുരുവായൂർ അവിടുത്തെ നഗരസഭയ്ക്ക് വരുമാനമല്ലേ? ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിന് തൊട്ടടുത്തുണ്ടല്ലോ, ക്ഷേത്രത്തോട് ചേർന്നുണ്ടല്ലോ. അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ഇതല്ലേ. അവർ വിവാഹം നടത്തുന്നത് ഓൺലൈൻ ആയിട്ടല്ലേ? അതിനവിടെ പൈസ അടയ്ക്കുന്നില്ലേ? എത്രമാത്രം വിവാഹങ്ങളാണ് നടക്കുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ഗുരുവായൂരല്ലേ? അതിന്റെയൊക്കെ രജിസ്ട്രേഷൻ തുക അവർ കിട്ടുകയില്ലേ? പക്ഷെ അതുകൊണ്ടൊന്നും ഗുരുവായൂരിനൊരു വികസനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ലോകമെമ്പാടുമുള്ളവർക്ക് വന്ന് തൊഴാൻ പറ്റിയ ഒരു ആരാധനാലയം എന്ന രീതിയിൽ വികസിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു പോയതാണ്. പക്ഷേ ഒരു വികസനവും അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ക്ഷേത്ര നഗരിയിൽ തന്നെ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ചോദിക്കാനും പറയാനും ആളില്ലാത്ത നാഥനില്ലാ കളരികളായി ഗുരുവായൂരിൽ കഴിഞ്ഞ കുറേ നാളുകളായി മാറിയിട്ടുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഗോപാലകൃഷ്ണൻ പറയുന്നതും അതുതന്നെയായിരിക്കാം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ മതവും ജാതിയും ഇല്ല എന്ന് പറയുന്നവർ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിനൊക്കെ മാറ്റം വരുത്തണം. ഇപ്പോൾ ഗുരുവായൂരിൽ ഒരാൾ മതം പറഞ്ഞു, മറ്റവരും അവിടെ ആ കൂടുതലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെയാണ് നിർത്തിയിരിക്കുന്നത്. അവരും ചെയ്യുന്നത് തന്നെയാണ്. ഗോപാലകൃഷ്ണൻ MLA ആകും, ഇത്തവണ ജയിച്ച MLA ആകട്ടെ. ആകുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ഹിന്ദുക്കൾക്കെല്ലാം റെഡ് കാർഡ്, മറ്റേ കാർഡ്, ബാക്കിയുള്ളവർക്ക് ഗ്രീൻ കാർഡ്, മറ്റുള്ളവർക്ക് ചുവപ്പ് കാർഡ്, അങ്ങനെ കൊടുക്കും? ഇല്ല, തീർച്ചയായും. ആ MLAക്ക് ആരായാലും MLAക്ക് എല്ലാവരും, അല്ലാതെ ഇവിടെ ഇത് ഗുരുവായൂർ ഹൈന്ദവർക്ക് മാത്രമുള്ളതാണെന്ന് പ്രഖ്യാപിക്കും. ഗുരുവായൂർ ഒരു ശ്രദ്ധാകേന്ദ്രമായി തെരഞ്ഞെടുപ്പിൽ ഗോപാലകൃഷ്ണന്റെ വരവോടുകൂടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാലം അറിയാതിരുന്ന കാര്യങ്ങൾ ഗോപാലകൃഷ്ണന് ചുളിവിൽ കുറെ പബ്ലിസിറ്റി കിട്ടി. അത് മാത്രമല്ല, ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു, ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ജനം ഇത് ആരോട് ചോദിക്കുമെന്നും കരുതി ഇരിക്കുകയായിരിക്കും ഒരു വിഭാഗമെങ്കിലും. ഞങ്ങൾ ഇത് ആരോട് ചോദിക്കും? കോൺഗ്രസ്സുകാരോട് ചോദിക്കും, അതോ ഇടതുപക്ഷക്കാരോട് ചോദിക്കും? ആരോട് ചോദിക്കും? ഈ ഗുരുവായൂരിൽ MLA ഇവരൊക്കെ ആണല്ലോ, എന്തുകൊണ്ട് ഹിന്ദു MLA വന്നില്ലെന്ന് ചോദിക്കില്ലേ? പലപ്പോഴും വരണ്ടേ? ആ ചോദ്യമാണ്. ഒരു മണ്ഡലത്തിൽ ഒരാൾ വരണ്ടേ? ഇത്രയും വർഷത്തിനിടയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചിന്തിക്കുമ്പോഴാണെങ്കിലും ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരെങ്കിലും ഒരാൾ വരണ്ടേ? ഇവിടെ
അത് വരുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായും ജാതിയും മതവും പ്രശ്നം തന്നെയാണ്. ജാതിയും മതവും തെരഞ്ഞെടുപ്പുകളിലുണ്ട്. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്നതിനെ മാത്രം അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഹിന്ദു എന്ന് പറയുന്നത് കേരളത്തിലെ ഭൂരിപക്ഷ ജനവിഭാഗമാണ്. ആ ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും അവകാശങ്ങൾക്കും അതും അവകാശങ്ങൾക്ക് അതിന് വലിയ സാധ്യതകളുണ്ട്. അതാണ് BJP ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അത് തീർച്ചയായും ഒരുപക്ഷെ ഗോപാലകൃഷ്ണനെ കുറച്ചെങ്കിലും ഗുണം ചെയ്തേക്കാം. വോട്ട് പെർസെൻറ്റേജ് ഇനി ജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും വോട്ട് പെർസെൻറ്റേജ് വർദ്ധിക്കാനും വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു ഹിന്ദു ഏകീകരണത്തിൻ്റെ സാധ്യതകളിലേക്ക് കാര്യങ്ങൾ മാറാനും ഒരു പക്ഷേ മറ്റ് രണ്ട് മുന്നണികളും അടുത്ത തവണ മുതൽ ഹിന്ദു സ്ഥാനാർത്ഥികളെ അവിടെ പരിഗണിക്കാനുമുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.